മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. UDF യോഗത്തിൽ ശശി തരൂരിന് പരോക്ഷ വിമർശനം. ദുർബലപ്പെട്ട് നിൽക്കുന്ന സർക്കാരിന് പിടിവള്ളിയാകുന്ന പ്രസ്താവനകൾ നേതാക്കൾ ഒഴിവാക്കണമെന്ന് ഘടകകക്ഷികൾ UDF യോഗത്തിൽ പറഞ്ഞു. തരൂരിന്റെ പേര് പരാമർശിക്കാതെയാണ് ഘടകകക്ഷി നേതാക്കൾ വിഷയം ഉന്നയിച്ചത്. അരുൺ ശങ്കർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, UDFനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ ആരോപണങ്ങളായിരുന്നു ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ആരോപണങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ശശി തരൂർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ പിണറായി സർക്കാർ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു യോഗത്തിലുണ്ടായ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെ പിന്തുണച്ചുകൊണ്ടാണ് ശശി തരൂർ സംസാരിച്ചത്. ഇത്തരത്തിൽ സംസാരിക്കുന്നത് ദുർബലപ്പെട്ടു നിൽക്കുന്ന ഒരു സർക്കാരിന് പിടിവള്ളിയാകുന്നു. അത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ UDFിൽ പൊതുവായി ഉയർന്ന ഒരു വികാരം. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. അതായത് സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണം. അതോടൊപ്പം തന്നെ ഐക്യം പ്രകടമാക്കുകയും വേണം എന്നുള്ളതും നേതാക്കൾ എടുത്തു പറഞ്ഞു. കാരണം UDFിലല്ല, മൊത്തത്തിൽ കോൺഗ്രസിൽ തന്നെ ഒരു ഐക്യമില്ലായ്മ പ്രകടമാകുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു സംസാരമാണുള്ളത്. അതുകൊണ്ട് ഐക്യം പ്രകടമാക്കുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്നും നേതാക്കൾ പറയുകയുണ്ടായി. അത് മാത്രമല്ല, ശശി തരൂർ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു പോഡ്കാസ്റ്റിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം തനിക്ക് ഘടകകക്ഷികളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ യോഗത്തിൽ ശശി തരൂരിനെ അനുകൂലിച്ച് ആരും സംസാരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് ചേർന്ന UDF യോഗം സമര പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമര പരമ്പര തന്നെ തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലായിട്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും ഒക്കെ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് UDF യോഗം തീരുമാനിച്ചത്.